ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് പരീക്ഷ 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി സംവിധാനം ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്ന് മാത്രമല്ല, ഇപ്പോൾ സബ്ജക്റ്റ് നടപ്പിലാക്കി. ഔട്ട് പ്രൊമോഷനാണ് ഉള്ളത്. ഔട്ട് പ്രൊമോഷൻ മാറ്റി കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. അധ്യാപകർക്ക് പുതിയ പാഠപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് കൊടുത്തു. നമ്മുടെ കുട്ടികൾക്ക് ഒരു സംശയമുണ്ട്, ഇത് പുതിയ പാഠപുസ്തകമായതിന്റെ SSLC പരീക്ഷ ഞങ്ങൾക്ക് പ്രയാസമായിരിക്കും എന്നുള്ളൊരു ഉത്കണ്ഠ നമ്മുടെ കുട്ടികൾക്കുണ്ട്. അങ്ങനെ ഒരു ഉത്കണ്ഠ കാര്യമില്ല. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്തു. സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ലിംഗസമത്വം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്? ലിംഗസമത്വം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തോന്നേണ്ടതായിരുന്നു. നമ്മൾ ഒരു ഇടങ്ങളിലും ലിംഗത്തിന്റെ പേരിൽ ഒരു സമത്വക്കേട് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം 40 സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളാക്കി മാറ്റുന്നതിന് വേണ്ടി തയ്യാറായി. 40 സ്കൂളുകൾ. അപ്പൊ അതിനെക്കുറിച്ച് നടപടിക്രമങ്ങളുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തിൽ പെട്ടെന്ന് പറയാൻ കഴിയുന്ന സ്കൂൾ SME സ്കൂളാണ്. സാർ, എൻ്റെ ചോദ്യം ഇതാണ്. പരീക്ഷയിലെ മാർക്കിനുപരിയായി കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, അതിന് സർഗാത്മകത വിലയിരുത്താനായി പുതിയ രീതികൾ കണ്ടുപിടിക്കാമോ? നമ്മൾ അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് വളർന്നു വന്നിട്ടുള്ളത്. കാരണം പരീക്ഷയാണ്, എല്ലാത്തിനും ലാസ്റ്റ് വേർഡ് പരീക്ഷയാണ്. ഞങ്ങൾ ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 1-ാം ക്ലാസ്സിനും 2-ാം ക്ലാസ്സിനും 3-ാം ക്ലാസ്സിലും ഒക്കെ തന്നെ പരീക്ഷ വേണമോ എന്ന കാര്യം സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.